ഇന്ന് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. എക്സാമൊക്കെ ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരുന്നു. ലീവ് എടുത്തുകൊണ്ട് എന്തായാലും പെൻഡിങ്ങുള്ള കുറേ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ച് തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. തലേ ദിവസം തന്നെ ഇന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സൊക്കെ ഞാനൊരു ടു ഡു ലിസ്റ്റ് പോലെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റത്തെയും എല്ലാ ചാപ്റ്റേഴ്സും 2 പേപ്പറിലയച്ച് ഫുൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ടേബിളിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അതാവുമ്പം ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം പഠിക്കാനുള്ളൊരു പ്രഷറൊക്കെ വന്നോളും. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ട് എഴുതാനുണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ ഫുൾ എഴുതാനുണ്ട്. ഇതെങ്ങനെ അത്രയും പെൻഡിങ് ആയതെന്ന് എനിക്കറിയില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പം ഒരു പോർഷൻ എഴുതിയിട്ടില്ലെങ്കിൽ ഞാനത് റഫിൽ എഴുതും. അങ്ങനെ എഴുതി ഫുൾ റഫിലായി, നോട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ടിൻ്റെ നോട്ട് നോക്കിയിട്ട് എൻ്റെ നോട്ടൊക്കെ എഴുതിയെടുക്കുകയാണ്. കാരണം എക്സാമൊക്കെ ആകുമ്പോൾ ഇനി പഠിക്കണമെങ്കിൽ വേറെ മെറ്റീരിയലൊന്നുമില്ല, നോട്ട് നോക്കിയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി വന്നതിന് ശേഷം ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കണത്. വൈകുന്നേരം ആയപ്പം ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തിറങ്ങുള്ളൂ, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും വെറുപ്പിച്ചിട്ട് അകത്ത് കയറലുള്ളൂ. പിന്നെ രാത്രിയാണ് പഠിക്കാതിരിക്കണത്. ആദ്യം തന്നെ ഇന്നലെ ഇത് ടു ഡു ലിസ്റ്റിൽ ഞാൻ കവർ ചെയ്ത ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് ചെയ്താൽ ഇനിയും പഠിക്കാനൊരു ഇൻട്രസ്റ്റൊക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡാണ്, ആദ്യം ചാപ്റ്റർ തിയറിയൊക്കെ പഠിക്കാനുണ്ടാകുമ്പം ഫുള്ള് പഠിക്കും. എന്നിട്ടൊരു ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് അതിക്ക് ചെറിയ നോട്ട്സ് ആക്കിയിട്ട് എഴുതും. ഇതെനിക്ക് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യലുണ്ട്.